സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരമരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശിയാണ് മരിച്ചത്. ഈ മാസം റിപ്പോർട്ട് ചെയ്യുന്ന 4ാമത്തെ മസ്തിഷ്ക ജ്വരമരണമാണ്. സുനിഷ യെല്ലൂർ വിവരങ്ങളുമായി. സുനിഷ, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ്. വീണ്ടും മസ്തിഷ്ക ജ്വരമരണം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. എത്ര വയസ്സുള്ള രോഗിയാണ് മരിച്ചത്? എന്താണ് വിവരങ്ങൾ? സ്മൃതി, അത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി 2ാം ദിവസം ഇതാ വീണ്ടും മറ്റൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം സ്വദേശിയായ ഒരു യുവതിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം മരണം സ്ഥിരീകരിക്കുന്നത്. പിന്നാലെ തന്നെ ഇതാ ഇപ്പോൾ ഇന്ന് കൊല്ലം സ്വദേശിയായ ഒരു പുരുഷൻ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ മാസത്തെ 4ാമത്തെ മസ്തിഷ്ക ജ്വര മരണമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. 2 ആഴ്ച പിന്നിടുമ്പോഴേക്കും 4 മരണം സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ 4 ദിവസത്തിനിടെ തെക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 2 മരണമാണ് എന്നുള്ളതാണ്. ഏതായാലും അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 8 ദിവസത്തിനിടെ ഒരാഴ്ചത്തെ കണക്ക് നോക്കിയാൽ പോലും 14 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. ഏതായാലും അതേസമയം തന്നെ ഈ പറയുന്നത് പോലെ, അതായത് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന തരത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനവും ഉയരുന്നുണ്ടായിരുന്നു. എവിടെയാണോ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത് ആ ഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഏതായാലും വലിയ തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇത്തരത്തിൽ മരണസംഖ്യ ഉയരുമ്പോൾ അത് ആരോഗ്യ വകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും രോഗ ഉറവിടം കണ്ടെത്താനാകാത്തതും വലിയൊരു പ്രതിസന്ധിയായി തുടരുന്നുണ്ട്. ഈ മരിച്ചയാളുടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ സ്മൃതി. ഏതായാലും ഇപ്പോൾ കൊല്ലം ജില്ലയിലും ഈ സമീപ പ്രദേശങ്ങളിലുമൊക്കെ വ്യാപകമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായ ഉറവിടം അതെവിടെയാണ് എന്ന് അറിയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അമീബിക് മസ്തിഷ്ക ജ്വരവും അത്തരത്തിലുണ്ടാകുന്ന മരണവും മാറുകയാണ് എന്നുള്ളതാണ് സ്മൃതി. ശരി, സുനിഷ യെല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.